നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൂടിനൊരാശ്വാസമായിട്ടാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴ മുന്നറിയിപ്പ് നമ്മുടെ കേരളത്തിലുള്ളത്. മഴ മുന്നറിയിപ്പ് തരുമ്പോൾ ഇടിമിന്നലിനുള്ള സാധ്യതയും അതുപോലെ തന്നെ കാറ്റിനുള്ള സാധ്യതയൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അതും കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പ്രത്യേകം എടുത്തു പറയാറുണ്ട്. നമ്മളൊക്കെ തന്നെ അത് മഴ മുന്നറിയിപ്പിന്റെ വാർത്ത വായിക്കുമ്പോൾ അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ടെങ്കിൽ അത് കൃത്യമായി വീണ്ടും വീണ്ടും പറയാറുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നെ പറയുന്നത് അത് വളരെ അപകടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നും പലതരത്തിലെ ആളുകൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണുന്നുണ്ട്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് മരണം വരെ സംഭവിക്കും ഇത്തരത്തിലുള്ള ഇടിമിന്നൽ ഏൽക്കുമ്പോൾ. ഇപ്പോൾ വരുന്ന വാർത്തയും വള്ളിക്കുന്നം ആലപ്പുഴ ജില്ലയിലാണ്. കാലിത്തൊഴുത്തിൽ കെട്ടിയിരുന്ന പശു ആദ്യം ഇടിമിന്നലേറ്റ് ചത്തു. പശുവിന്റെ കരച്ചിൽ കേട്ട് തൊഴുത്തിനുള്ളിലേക്ക് കയറിയ ഒരു ക്ഷീര കർഷകനും ഇപ്പോൾ ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നു. ഇലപ്പിക്കുളം വട്ടക്കാട് പുത്തൻതറയിൽ രാമകൃഷ്ണപിള്ളയാണ് മരിച്ചത്. തൊഴുത്തിലെ ബൾബിലേക്കുള്ള വയറിൽ നിന്നാണ് ഷോക്കേറ്റത്. കാരണം ശനിയാഴ്ച രാത്രി 9:30 സംഭവം. ഇടിമിന്നലേറ്റ് അവിടെ പശു കരയുകയും പെട്ടെന്ന് തന്നെ തൊഴുത്തിൽ അവിടെ ചത്തു വീഴുകയുമായിരുന്നു. ശബ്ദം കേട്ട് രാമകൃഷ്ണപിള്ള വീട്ടുമുറ്റത്തുള്ള കാലിത്തൊഴുത്തിലേക്ക് ഓടിച്ചെന്നു. ഈ സമയം തൊഴുത്തിന്റെ മേൽക്കൂരയിൽ കെട്ടിയിരുന്ന വൈദ്യുതി ബൾബിലേക്കുള്ള വയറിൽ നിന്നും ഇദ്ദേഹത്തിന് ഷോക്കേൽക്കുകയായിരുന്നു. പിന്നാലെ തൊഴുത്തിലേക്ക് ചെന്ന മക്കൾ ശ്രീജയ്ക്കും ഷോക്കേറ്റെങ്കിലും രക്ഷപ്പെട്ടു. അർബുദ രോഗബാധിതനായ രാമകൃഷ്ണപിള്ള കഴിഞ്ഞ 6 വർഷമായി ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം തരുമ്പോൾ പറയുന്നുണ്ട്, ഇടിമിന്നൽ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ തന്നെ പെട്ടെന്ന് പുറത്തേക്ക് ഓടുന്നതും തുണികളെടുക്കാൻ ടെറസിലേക്കൊക്കെ ഓടുന്നത് വളരെ അപകടമാണ്. അത് മനുഷ്യനും മൃഗങ്ങൾക്കും ഒരുപോലെ അപകടം നിറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ ഈ പശു ഇടിമിന്നലേറ്റാണ് ചത്തത്. അതിന് പിന്നാലെ എൻ്റെ സൗണ്ട് കേട്ട് ഓടിപ്പോയ ഗൃഹനാഥനും അവിടെ നിന്ന് വൈദ്യുതി ആഘാതം ഏൽക്കുകയായിരുന്നു. ഇപ്പോൾ ഈ മഴ മുന്നറിയിപ്പൊക്കെ തന്നെ നൽകുന്നുണ്ട്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഫെബ്രുവരി 26 വരെ മഴ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ്, ചെറിയൊരു ആശ്വാസമായിട്ടുള്ള മഴ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അതിനൊപ്പം കൃത്യമായി ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, ഇടിമിന്നൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്ത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം ഏകാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്കിൾ, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കുക. പ്രത്യേകിച്ച് ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. കാരണം പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. പട്ടം പറത്തുന്നതും ഒഴിവാക്കുക. അതായത് ഇടിമിന്നൽ ഉള്ള സമയത്ത് തുറസായ സ്ഥലങ്ങളിലുള്ള ആളുകളുടെ സമ്പർക്കം അത് പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. കാരണം അത് മൃഗങ്ങളുടെയും മനുഷ്യന്റെയും ജീവന് അപകടമാണ്. ഇത്തരത്തിൽ ഇടിമിന്നലേറ്റ് ആളുകൾ മരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.